യുദ്ധം കാണുമ്പോൾ അമേരിക്കയിലും പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശം കാണുന്ന ഘട്ടങ്ങളിൽ ഒക്കെ ആഹ്ലാദിക്കുന്ന മനുഷ്യരെ നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ ആ യുദ്ധത്തിൻ്റെ ഡാറ്റയൊക്കെ എടുത്തിട്ട് സംസാരിക്കുന്ന മനുഷ്യരെ കാണാറുണ്ട്. അപ്പം ആ മനുഷ്യർക്കെതിരെയുള്ള ഏറ്റവും വലിയ മറുപടിയാണ് എന്തുകൊണ്ട് സാമ്രാജ്യത്വത്തിൻ്റെ അധിനിവേശത്തിനെതിരെ നമ്മൾ കേരളത്തിൽ പ്രകടനം നടത്തുന്നു, എന്തുകൊണ്ട് നമ്മൾ കേരളത്തിൽ സമരം വിളിക്കുന്നു, നമ്മൾ എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് പ്രതിഷേധങ്ങൾ ഉയർത്തുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സാഹചര്യ മറുപടിയാണ് ഈ പറയുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ കടകളെല്ലാം അടച്ചു പൂട്ടുകയാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും ആദ്യം അടച്ചു പൂട്ടുന്നത് പറയുന്ന ഹോട്ടലുകൾ പോലെയുള്ള കടകളാണ്. നിരന്തരം ഭക്ഷണം കൊടുക്കുന്ന ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ഹോട്ടലുകളെല്ലാം അടച്ചു പൂട്ടുക. തീർച്ചയായിട്ടും ആ സംരംഭകരെ അത് ബാധിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ട് അടച്ചു പൂട്ടുന്ന ചെറിയ ചെറിയ കടകളുണ്ട്, നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കടകൾ. അതായത് ഈ നാട്ടിലെ മന്തിക്കടകളും വലിയ വലിയ ഹോട്ടലുകൾക്കും അപ്പുറത്ത് നമ്മളെ നാട്ടിലെ ചെറിയ ദോശയും ചമ്മന്തിയും കിട്ടുന്ന, 30 രൂപ കൊടുത്താൽ ദോശയും ചമ്മന്തിയും കിട്ടുന്ന, സാമ്പാറും കിട്ടുന്ന, വടയും ചായയും കിട്ടുന്ന അങ്ങനത്തെ ചെറിയ അതായത് ദിവസവേതനക്കാരായിട്ടുള്ള ദിവസം 300 രൂപ മുതൽ അല്ലെങ്കിൽ 800 രൂപയൊക്കെ കൈവശം കിട്ടുന്ന തൊഴിലാളികൾ പോയിട്ട് ഇവിടുത്തെ അന്യദേശ തൊഴിലാളികളായിട്ടുള്ള ബംഗാളികളും ആസാമികളും ഒക്കെ പോയിട്ട് ചായ കുടിക്കുന്ന തൊഴിലാളികൾ, വെറും തൊഴിലാളികളായിട്ടുള്ള ദിവസവേതനക്കാരായിട്ടുള്ള തൊഴിലാളികൾ പോയിട്ട് ചായ കുടിക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന കടകളുണ്ട് ഇവിടെ ഈ നാട്ടിൽ. ആ കടകളെ ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ വലിയ കടകളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്ന മനുഷ്യർക്ക് ചിലപ്പോൾ വീട്ടിൽ വന്ന് കുക്ക് ചെയ്യാനുള്ള, വീട്ടിൽ ഇൻഡക്ഷൻ കുക്കറുള്ള, വീട്ടിൽ മറ്റ് സാഹചര്യങ്ങളിൽ ഇലക്ട്രോണിക് ഡിവൈസുകളുള്ള സാഹചര്യങ്ങളിലൊക്കെയുള്ള മനുഷ്യരുണ്ടാവും. പക്ഷേ തൊഴിലാളികളെ സംബന്ധിക്കുന്ന വിഷയം അതല്ല. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് അവർ ദിനം പ്രതി കഴിക്കുന്ന ചട്നിയും അപ്പവും കിട്ടാതിരുന്നാൽ ആ മനുഷ്യർ പട്ടിണിയാണ്. രാവിലെ 30 രൂപയ്ക്ക് പ്രാതൽ കിട്ടാതിരുന്നാൽ ആ മനുഷ്യന് രാവിലത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യേണ്ടി വരും. ഉച്ചയ്ക്ക് ഊണ് കിട്ടാത്ത മനുഷ്യർക്ക് ഉച്ചയ്ക്ക് അങ്ങനെ 3 നേരം ഭക്ഷണം കിട്ടാത്ത മനുഷ്യർക്ക് ഭക്ഷണം കിട്ടാത്ത സ്ഥിതി ഉണ്ടായാൽ, അതായത് ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ഭക്ഷണം കിട്ടാത്ത സ്ഥിതി ഉണ്ടായാൽ ആ മനുഷ്യർ പട്ടിണിയാകുന്ന സ്ഥിതിയുണ്ട്. അതായത് മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ UAE ഒരു മിസൈൽ വന്ന് വീഴുമ്പോൾ അധികം നാട്ടിലെ മനുഷ്യരുടെ പട്ടിണിക്ക് കാരണമാകുന്നു എന്നുള്ള സാമ്രാജ്യത്വത്തിൻ്റെ അല്ലെങ്കിൽ മുതലാളിത്തത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും പറഞ്ഞിട്ടുള്ള പോലെ അമേരിക്ക ഇന്ത്യയുടെ ശത്രുവാണ്, അമേരിക്ക ഇന്ത്യയുടെ മാത്രമല്ല മനുഷ്യൻ്റെ മൊത്തം ശത്രുവാണെന്ന് പറഞ്ഞു വെക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾക്ക് തെളിവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്.